എടാ ചോവേ ബാഗു ഇവിടെ അവ ഇതിൽ വന്നില്ല. ഈ ചെറുക്കൻ ഇതെന്തോന്നു? രാത്രിയിലത്തെ റിട്ടയർമെന്റ് പാർട്ടിക്ക് തന്തപ്പടിയും ടീമും കൊണ്ട് അണ്ണാക്കിലടിക്കാൻ വെച്ചിരുന്ന ബീഫാ. അത് ഞാനിങ്ങ് പോക്കി അവരങ്ങനെ ഇപ്പൊ ടച്ചണ്ട. അതെ, ഇത് കൊണ്ടുപോയി കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊണ്ടുപോവാ. ഒലത്തി തരാം. എന്തോന്ന്? ബീഫ് ഒലത്തി തരാന്ന്. ആ കൊണ്ടുപോയി ഒലത്ത്. നിങ്ങൾ ഗണേശേട്ടൻ്റെ ഭാര്യയുടെ കാര്യം നൈസായിട്ട് ഡീൽ ചെയ്ത പോലെ ഇതങ്ങ് ഡീൽ ചെയ്യും. ഞങ്ങളില്ലേ കൂടെ. അനിയ അത് വേ ഇത് റേ മറ്റത് അവഹിതം. രണ്ടും ഒരു വീട്ടില് ഒരു വണ്ടി സെറ്റ് കൊടുത്താൽ ആ റോഡിലോടി അങ്ങ് പൊക്കോളൂ. ഇവന്റെ കേസ് അങ്ങനെയല്ലല്ലോ. ഇവന്റെ ചൊവ്വാദോഷം മാറ്റി വെച്ചാലും ഇവന്റെ അച്ഛൻ നിൽക്കില്ലേ. വൺ ഓഫ് ദ ഫൈനസ്റ്റ് കല്യാണം മുടക്കി ഇൻ ഭാരത കുന്ന്. ഏതാ പെണ്ണ്? എന്നാലും എൻ്റെ അണ്ണ വെല്ലു വിളിച്ചു പറഞ്ഞാൽ നിങ്ങളൊരു പെണ്ണിനെ സെറ്റാക്കിക്കൊണ്ട് വന്നല്ല. വെല്ലുവിളിയാ? എടാ അത് സെറ്റപ്പാണ്. എന്റെ പാർട്ടി എങ്ങാനും അറിഞ്ഞ. ഓ പിന്നെ 15,000 രൂപ. ഇവിടെ പൈൻറ്റിന് ഷെയർ ഇടാൻ പറഞ്ഞ ഒരുത്തനുള്ളതല്ല, പിന്നെ 15,000 രൂപ. കൾച്ചറസ് ഫെല്ലോ. എടാ പൈന്റ് പോലെ ആണോടാ പെണ്ണ്? ബീഫിലെ കുറച്ചുകൂടി മസാല വേണം, മണം കുറവാ.